കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലുണ്ടായിട്ടുള്ള ദാരുണമായിട്ടുള്ള ദുരന്തം സർക്കാരിൻ്റെ പിടിപ്പുകേടിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവുന്നു എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സർക്കാരിൻ്റെ തികഞ്ഞ അലംഭാവവും കുറ്റകരമായ അനാസ്ഥയുമാണ് മരണസംഖ്യ ഉയരാൻ കാരണം. സംഭവം നടന്ന ഉടനെ ആരോഗ്യവകുപ്പ് അധികൃതരോ ജില്ലാ ഭരണകൂടമോ ഒരു തരത്തിലും ഇടപെടാൻ തയ്യാറായില്ല. 5 പേരാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. കേരളം നമ്പർ 1 ആണ് ആരോഗ്യരംഗത്ത് എന്ന് ആവർത്തിച്ച് പറയുന്ന ആരോഗ്യമന്ത്രി ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടതാണ്. കോഴിക്കോട് ദുരന്തം സർക്കാരിൻ്റെ സൃഷ്ടിയാണ്, ആരോഗ്യവകുപ്പിൻ്റെ ഗുരുതരമായ വീഴ്ചയാണ്. സംഭവമുണ്ടായി മണിക്കൂറുകളോളം ഒരു തരത്തിലുള്ള കരുതൽ നടപടിയും ഉണ്ടായില്ല. ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും തികഞ്ഞ കുറ്റകരമായ അനാസ്ഥ കാണിച്ചു. കോഴിക്കോട്ടെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് രാജിവെക്കണം എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന് അധികാരത്തിൽ തുടരാൻ മന്ത്രിയായിരിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല. ആതുരാലയങ്ങളിൽ എത്തുന്നവരെ കൊലയ്ക്ക് കൊടുക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത്. ആരോഗ്യവകുപ്പ് മന്ത്രി തികഞ്ഞ പരാജയമാണ്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മന്ത്രിമാർ പോലും ഈ വിഷയത്തിൽ ഫലപ്രദമായി ഇടപെട്ടില്ല. അവർ മറ്റു പല വിവാദങ്ങളും ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. സർക്കാരിൻ്റെ തികഞ്ഞ പരാജയമായിട്ട് ഇതിനെ കണക്കാക്കണം. ആരോഗ്യമന്ത്രി അടിയന്തരമായി രാജി സമർപ്പിക്കണം. ഇക്കാര്യത്തെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം സർക്കാർ നടത്തണം.